ഗായ്സ് ഇന്നൊരു നമുക്ക് തട്ടിക്കൂട്ട് മീൻകറി എങ്ങനെ ഉണ്ടാക്കുക നോക്കിയാലോ കമ്മ. ചട്ടി ചൂടായിട്ടുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കുക, സവാള ഇടുക, നന്നായിട്ട് വഴറ്റി അത്യാവശ്യം ഒന്ന് വഴന്നപ്പോഴത്തേക്കാണ് ഞാൻ കറിവേപ്പില ഇടുന്നത്. അത് കഴിഞ്ഞിട്ട് ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റും കൂടി പേസ്റ്റല്ല ചതച്ചിട്ടാണ് ഇടുന്നത്. ചതച്ചിടുമ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് ടേസ്റ്റ് പിടിക്കും. പിന്നെ അതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ നന്നായിട്ട് വഴറ്റിയിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി അങ്ങോട്ട് ഇടുക. അതിൻ്റെ ആ ഒരു പച്ചപ്പ് മാറുമ്പോൾ ഞാനൊരു 3 തക്കാളിയൊക്കെ എടുത്തിട്ട് പേസ്റ്റ് ആക്കിയിട്ടാണ് ചാറായിട്ട്, നമുക്ക് ചാറ് അത്യാവശ്യം നന്നായിട്ട് വേണമല്ലോ, അപ്പോൾ ചാറിന് വേണ്ടിയിട്ട് തക്കാളി പേസ്റ്റ് ആക്കിയിട്ടാണ് ചാറിൻ്റെ ആ ഒരു സംഭവം സെറ്റാക്കണത്. എന്നിട്ട് ആ ചാറിലേക്ക് തന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിക്കുമ്പോൾ ആ ഒരു കൺസിസ്റ്റൻസി സെറ്റായിട്ട് വരും. എന്നിട്ട് കുറച്ച് കല്ലുപ്പിടുക. അത് കഴിഞ്ഞിട്ട് കുടംപുളി, നല്ല പഴുത്ത കുടംപുളി കിടപ്പുണ്ടായിരുന്നു ഉണക്കാൻ വെച്ചത്. അപ്പോൾ ഞാൻ അതെടുത്തിട്ട് ഈ ഉണക്ക കുടംപുളീനെക്കാട്ടും കുറച്ചും കൂടി നന്നായിട്ടും സ്പീഡിലും ഈ പഴുത്ത കുടംപുളിയിൽ നിന്ന് പുളി അങ്ങോട്ട് പിടിക്കാം. അപ്പോൾ നമുക്ക് ഇന്ന് രാത്രി തന്നെ കൂട്ടാം. നാളെ രാവിലെ ആകുമ്പോഴത്തേക്കും ഇറങ്ങുന്നതിനെക്കാട്ടും കുറച്ചും കൂടി നന്നായിട്ട് ഇന്ന് രാത്രി ഇപ്പോൾ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി സ്പീഡായിട്ട് സാധനം നല്ല ടേസ്റ്റിൽ കിട്ടും ചെയ്യും. എന്നിട്ട് അതിനകത്ത് തിളച്ചങ്ങ് വരുമ്പോൾ മീനിടുക, ഒന്നിളക്കിയിട്ട് അതങ്ങ് മൂടി വെക്കുക. എന്നിട്ട് അത്യാവശ്യം നന്നായിട്ട് തിളച്ച് ആ ചാറൊക്കെ ഒന്ന് അത്യാവശ്യം വറ്റുമ്പോൾ നമ്മൾ 2 കറിവേപ്പിലയും പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ സൂപ്പറാകും. അങ്ങനെ അത്യാവശ്യം കളറിന് ടേസ്റ്റ് എന്നൊക്കെ വേണ്ട ഒരു തട്ടിക്കൂട്ട് മീൻകറി, പെട്ടെന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു തട്ടിക്കൂട്ട് മീൻകറി അങ്ങനെ സെറ്റായി. ദാറ്റ്സ് ഇറ്റ്.